കൈനറ്റിക് ഹോണ്ട. എന്തു പറ്റി? കേടായോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിട്ട കുറെ ജീവിതങ്ങളുണ്ട്. രാവിലെ ഇറങ്ങിക്കോളും, വേറെ തൊഴിലൊന്നും ഇല്ലാത്ത പോലെ. കേട്ടോ മിസ്, പേരറിയില്ല, എന്തോ ആവട്ടെ. ഇപ്പഴീ പറഞ്ഞോണ്ടല്ലോ, അക്ഷരം പ്രതി ശരിയാണ്. 100% കറക്റ്റ്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് സഹായം ഓഫർ ചെയ്യാനും അതുവഴി ഒരു ലൈൻ ഇടാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്കാണ്. ആ വിശേഷണം നിങ്ങൾ അറിയിക്കുന്നില്ല. യു ആർ എ BA. വാട്ട്? ബിലോ ആവറേജ്. വെരി മച്ച് ബിലോ ആവറേജ്. ഞാൻ ബിലോ ആവറേജ് ആണെന്ന്. സ്റ്റുപ്പിഡ്. ആരാ? മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓ, നിങ്ങളാണല്ലേ പുതിയ റൂംമേറ്റ്? നിങ്ങളാണല്ലോ ഇവിടെ നേരത്തെ ഉള്ള റൂംമേറ്റ്. ഐ എം അജയൻ. അജി എന്ന് വിളിക്കും. ഐ എം രാജു, B&V ഫാർമസ്യൂട്ടിക്കൽസ്. ഹലോ. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും തണ്ടപ്പുഴയുടെ എമർജൻസി മെസ്സേജ് വന്നു, ഉടനെ ചെല്ലാൻ. അടുത്ത് വിളിച്ചിരുത്തി മൂപ്പിൽ ഒരു ഗിരിപ്രഭാഷണം. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കേണ്ട സ്ഥലത്ത് നടക്കണം, അത് ദൈവത്തിന്റെ ഒരു നിയോഗമാണ്, നീട്ടിക്കൊണ്ടു പോകുന്നത് തെറ്റാണ്. എന്റെ ആശാനെ ഞാൻ കരുതി എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുന്ന കാര്യമാണെന്ന്. അതല്ല, മൂപ്പിൽ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. എബൌട്ട് എ സെക്കൻഡ് മാരേജ്. അങ്ങനെ സ്വന്തം അച്ഛന്റെ വിവാഹ നിശ്ചയം ആദ്യ അവസാനക്കാരനായി നിന്ന് നടത്തിക്കൊടുത്ത ശേഷമുള്ള വരവാണ്. കല്യാണത്തിന് ഞാൻ പോയില്ല, ഒരു ടെലഗ്രാം കാച്ചു സ്വന്തം അച്ഛന്. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്, സ്വന്തം മകൻ. കൺവേ മൈ റിഗാർഡ്സ്. രാജു, മോനെ ടൂത്ത് പേസ്റ്റ് ഉണ്ടാ? ഉണ്ടല്ലോ. എന്റെ ലോനപ്പേട്ടോ, രാവിലെ തന്നെ തുടങ്ങി ഓസ്. നീ ഇതിന്റെ ജോലി നോക്ക്. പേസ്റ്റ് കടം തരാം, കുഴപ്പമില്ല. പക്ഷെ ബ്രഷും ടങ് ക്ലീനറും കയറി കടം ചോദിക്കല്ലേ. ഉമിക്കരി വേണേ ഞാൻ തരാം. ഒന്ന് പോടാ അവിടുന്ന്. ഓസ് ഓസ് എന്ന് പറഞ്ഞ പിന്നെ സോപ്പുണ്ടോ? സോപ്പ്. നിന്റെ ഒരു സോപ്പ്. അതെ. ഹലോ. ഹലോ. പർച്ചേസിന് ഇറങ്ങിയതാവും ഫ്രണ്ട്സ് എല്ലാരും കൂടി. അതെ. ഐ സി. ഇന്നത്തെ സ്കൂട്ട് എടുത്തില്ലേ? ഇല്ല. ബൈ ബൈ. ഞങ്ങൾ മൂന്നുപേരും കൂടി അത് കയറി ശരിയാവില്ല. ഓ അത് ശരി. എങ്കിൽ പിന്നെ കാർ എടുക്കായിരുന്നില്ലേ? കാർ ഫ്രീ ആയിരുന്നില്ല. ഓ ഐ സി. ബൈ ബൈ. ലുക്ക് മിസ്റ്റർ, ഇനി വല്ല ചോദ്യങ്ങളുണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ചൊരു കടലാസിൽ എഴുതി തന്നേക്ക്. സ്വസ്ഥമായിട്ടിരുന്ന് മറുപടി എഴുതി തരാം. വേറെ പണിയൊന്നുമില്ല മിസ്റ്റർ നിങ്ങൾക്ക്? B&V ഫാർമസ്യൂട്ടിക്കൽസ്. നൈസ് മീറ്റിംഗ് യു. സീ യു അഗൈൻ. കുറച്ചു നേരം ആയല്ലോ അച്ഛൻ എറിഞ്ഞു കാട്ടുന്നു. ഇതപ്പോ തുടങ്ങി ഈ സെൽഫ് പ്രൊമോഷൻ. അത് ഞാൻ ചുമ്മാ വെറുതെ അവരുടെ ലോഹ്യം പറഞ്ഞെന്ന് മാത്രം. അതെ അതെ, ലോഹിയത്തിൽ നിന്ന് തന്നെ തുടക്കം. ഏതായി പ്രോഡക്റ്റ്? ചുമ്മാ ഇരുന്ന് ഉള്ളാളിയാ. വിവരമായിട്ടും പറഞ്ഞു. മോനെ രാജു. ഇതാ രാജു. രാജു, നിന്റെ ഈ പ്രായത്തിൽ ഏതെങ്കിലും ഒരു പെൺകൊച്ചിനോട് അങ്ങനെ ഒരു വികാരം തോന്നി യാതൊരു തെറ്റുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ തുറന്ന് പറ. തുറന്നു പറയാനായിട്ട് അതിന് കാര്യം എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ? ഇല്ലാതെ പിന്നെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ? എന്ത് കണ്ടെന്ന്? ആ 3 പെമ്പിള്ളേരുടെ നടുവിൽ താനൊരു ശ്രീകൃഷ്ണനെ പോലെ നിന്ന് ശൃംഗരിച്ചത്. നോക്കൂ രാജു, A+B ഹോൾ സ്ക്വയർ എന്ന് വന്നാൽ അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കും ഉണ്ട് അല്ലേ? അതെ അതെ, നേര് പറയും. ആരാ കക്ഷി? എങ്ങനെയാ തുടക്കം? ഇപ്പോൾ ഏത് സ്റ്റേജ് വരെ എത്തി? വെറുതെ മനുഷ്യനെ പിടിച്ച് കൊരങ്ങാക്കരുത് കേട്ടോ രാജു. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരേ മുറിയിലെ അന്തവാസികളല്ല അളിയ. അത് ഓർത്തിട്ടെങ്കിലും നീ നേര് പറ. എന്റെ പൊന്നജീഫ, നീ കരുതും പോലെ ഒരു ചുക്കുമില്ല. പിന്നെ എനിക്കിത് കേൾക്കുമ്പോഴാ നോക്ക്, ആരെങ്കിലും ഒരു പ്രേമലേനി വീണെന്ന് കേട്ടാ അവരെ മനസ്സറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്റെ പണ്ട് തൊട്ടുള്ള ഒരു ബലഹീനതയാ. നിന്റെ തുണയ്ക്ക് ഞാനുണ്ട്. അളിയും കാര്യം പറ. പറയിപ്പിച്ചേ ഞങ്ങൾ അടങ്ങും. ഒന്ന് പറഞ്ഞുതരാം രാജു, എന്നിട്ട് വേണം നമുക്കൊന്ന് ആഘോഷിക്കാൻ. പാവം പൂച്ച കണ്ണടച്ച് പാല് കുടിച്ചാ നമ്മൾ ആരും അറിയത്തില്ലല്ലോ. ദൈവത്തിന്റെ നേര് കൊണ്ടാ എന്റെ കൺമുമ്പിൽ തന്നെ വന്ന് പാല് മുറിഞ്ഞത്. ആണോ? എനിക്ക് കേട്ടോ, എനിക്ക് അവളോട് ഇഷ്ടമാണ്. അതിനിപ്പോ നിങ്ങൾക്ക് എന്ത് വേണം? കൈ കൊടുക്കാൻ വരട്ടെ. അവളെ ഇഷ്ടമാണ്, ശരി. പക്ഷെ ഐറ്റംസ് 3 എണ്ണം ഉണ്ടായിരുന്നല്ലോ, അതിലേതാണ് ഈ അവൾ? പിന്നെ നമ്മുടെ കക്ഷികൾ ഞാൻ അവിടെ പോയിട്ട് ഇപ്പൊ വരാം. നീ അവിടെ ഇരിക്കുന്ന ഒരു മിനിറ്റ്. ഹലോ കേസ്, പഴയതുപോലെ വായു നോക്കി നടക്കാൻ സമയം കിട്ടുന്നില്ല. ഐ എം വെരി ബിസി.
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? കുറെ നാളായല്ലോ. സോറി എന്റെ അളിയ. പണ്ട് പരിചയമുള്ള പെങ്കൊച്ചുങ്ങളെ തരത്തിന് കിട്ടിയപ്പോൾ ഒരു റിന്യൂവൽ ലൈൻ അടിച്ചല്ലേ. സൊള്ളാൻ വേറെ ആരെയും കിട്ടിയില്ലായിരിക്കും. അത് നീ എത്ര ഫീൽ ചെയ്യുന്ന എന്തിനാ? See you again. Bye. ബൈ. ബൈ. എന്തിനാ വെറുതെ ഒരു സിയു പറഞ്ഞ് ഇവിടെ വെച്ച് യാത്ര അയക്കിയത്? ചെന്ന് എവിടം വരെയാണെന്ന് വെച്ചാ കൊണ്ടാക്കിട്ട് പോരെ. അത്രയും നേരം കൂടി സൊള്ളാലോ. എന്തോ 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 ഇങ്ങോട്ട് നോക്കി. എന്താ കുറച്ചു മുമ്പ് പറഞ്ഞത്? സൊല്ലാം വേറെ ആരെയും കിട്ടിയില്ല എന്ന്. അപ്പോ ഞാൻ സൊല്ലിയതിലല്ല നിനക്ക് വിഷമം, ഇവരോട് സൊല്ലിയതിലാണ്. അങ്ങനെ വഴിക്ക് വാ മോനെ. ഇക്കൂട്ടത്തിൽ നിന്റെ പ്രതി ഉണ്ടായിരുന്നു. വെറുതെ താൻ എന്തൊക്കെയാ പറയുന്നത്? ഇന്ദു, സതി, ഉഷ, ഇതിലേതാണ് അളിയാ നിന്റെ പ്രതി? ആ, എനിക്കൊന്നും അറിയില്ല. ഇന്ദു ആകാൻ വഴിയില്ല. പ്രാണനിൽ കൊതിയുള്ള ഒരുത്തനും അവളെ കയറി പ്രേമിക്കില്ല. എന്താ എന്താ കോളേജ് കെമിസ്ട്രി ലാബിൽ വെച്ച് എന്തോ തമാശ പറഞ്ഞതിന് ഡെമോൺസ്ട്രേറ്ററുടെ മുഖത്ത് ആസിഡ് നിറച്ച ടെസ്റ്റ് ട്യൂബ് വലിച്ചെന്ന കക്ഷിയാണ്. അവളെ പ്രേമിക്കാനുള്ള ധൈര്യം ഏതായാലും നിനക്കില്ല. പിന്നെ ഉള്ളത് ഉഷ. തെറ്റില്ല, അസൽ സ്പോർട്സ് അത്ലറ്റാണ് നമ്മുടെ PT ഉഷ ലൈൻ. റൊമാൻസിലാണെങ്കിൽ ഒന്ന് രണ്ട് പ്രീവിയസ് എക്സ്പീരിയൻസും ഉണ്ട്. ഹായ് ഉഷ. ഹായ് അജയ്. രാവിലെ പ്രാക്ടീസിന് ഇറങ്ങിയായിരിക്കും. യാ, അജയ് രമേഷിനെ അറിയില്ലല്ലേ? ഇല്ല. ഇതെന്റെ വുഡ്ബിയാ. ഹലോ. പുള്ളിക്കാരൻ സ്റ്റേറ്റ്സിലാ. മാരേജ് കഴിഞ്ഞാ ഞങ്ങൾ സ്റ്റേറ്റ്സിലേക്ക് പോകും. രമേഷ്, ഇത് മിസ്റ്റർ അജയൻ, എ ഫ്രണ്ട് ഓഫ് മൈൻ. ഹലോ. നൈസ് മീറ്റിംഗ് യു. See you, അജയ്. See you. അപ്പോ ഉഷ കളരിക്ക് പുറത്ത്, ഇനിയുള്ളത് സതിയാ. ഞാനൊരു കാര്യം തുറന്നു ചോദിച്ചാൽ സതി സത്യം പറയൂ? ചോദിച്ചോളൂ. സതിക്ക് സതിയുടെ മനസ്സിൽ, അതായത് വാട്ട് ഐ മീൻ ഈസ്. എന്തിനാ ഇങ്ങനെ വളച്ചേട്ട് ചോദിക്കുന്നേ? നേരെ തുറന്നു ചോദിച്ചൂടെ? ഓഫ് കോഴ്സ് ചോദിക്കാം. എന്നാലും എന്നാലും വേണ്ട, ചോദിക്കാതെ തന്നെ ഞാൻ പറയട്ടെ. എന്ത്? എത്ര നാളെ ഞാൻ ഈ ചോദ്യം ഒന്ന് കേൾക്കാൻ കൊതിച്ചു തുടങ്ങിയിട്ട്. എനിക്ക് അജയ് ഇഷ്ടാ. ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടായി. ആ ഉണ്ട കണ്ണും നീളൻ മൂക്കും എല്ലാം. ആണുങ്ങളായ ഇതുപോലെ ഇരിക്കണം. അജയ്, യു ആർ ദ പെർഫെക്റ്റ് മാൻ ഓഫ് മൈ ഡ്രീംസ്. സതി എടാ കാലമാടാ, നിന്റെ പ്രേമസാഫല്യത്തിന് വേണ്ടി ഞാൻ ചെന്ന് ചാടിയ മരണക്കണി ഇടിയങ്കേശവലയുടെ കയ്യിലോട്ട് എന്റെ ശരീരം ചെന്നപ്പെട്ട അങ്ങേർക്കൊന്ന് കൂട്ടി തിരുമാൻ കൂടി തികയത്തില്ല. ചിരിച്ചോ ചിരിച്ചോ. എന്നെക്കാളും വലിയ എടുത്തിയാ നിന്റെ തല വീഴാൻ പോകുന്നത്. പ്രേമിക്കാൻ കണ്ട ഒരു സാധനം ഇന്ദു. വാദ്യാർ മുഖത്ത് ആസിഡ് ഒഴിച്ച പാർട്ടിയാ, അറിയോ? അയ്യോ, നീ അനുഭവിക്കും.